ഈ കേരളം അറിയാൻ വേണ്ടി പറയാൻ സാർ, ഇന്ന് പ്രധാനപ്പെട്ട 5 ബില്ലുകൾ ഈ സഭയുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ് സാർ. ഓടിയിടുന്നത് കറക്റ്റാണ്. കാരണം പൗരത്വ ഭേദഗതി ബില്ലിനെതിരായി ഈ കേരളം എടുക്കുന്ന നിലപാടിന്റെ ഭാഗമായി സാർ നാറ്റിവിറ്റി കാർഡിന്റെ ബില്ല് അവതരിപ്പിക്കുന്ന ദിവസം ഈ തർക്കം ഉണ്ടാക്കുന്നത് BJPയെ സഹായിക്കാനാണ് സാർ. ഇത് ശരിയല്ലാത്ത കാര്യമാണ് സാർ. നാറ്റിവിറ്റി കാർഡ് ബില്ല് അവതരിപ്പിക്കുന്ന കേരളീയ അഭിമാനം കൊള്ളുന്ന ബില്ല് അവതരിപ്പിക്കുന്ന ദിവസം എന്തിനാണ് സാർ ഈ തർക്കം? BJPയെ സഹായിക്കാനാണ് സാർ. ചോദ്യം നമ്പർ ഇതാണ് പ്രതിപക്ഷം, കേരളത്തിലെ പ്രതിപക്ഷം. അതിൽ മുസ്ലിം ലീഗ് കൂടിയുണ്ട് എന്നോർക്കണം. ഏറ്റവും നിർണായകമായ ഒരു ബില്ല്, നേറ്റിവിറ്റി കാർഡ് ബില്ല് നിയമസഭയിൽ കൊണ്ടുവരുന്നു. ഇന്ത്യയിൽ ചർച്ച ചെയ്യുന്ന വലിയ പ്രശ്നമുണ്ട്. ആ ഭീതി ഇപ്പോഴും നമ്മുടെ തലക്ക് മുകളിൽ തൂങ്ങി നിൽക്കുകയാണ്. ഡെമോക്രസിൻ്റെ വാള് പോലെ പൗരത്വ ഭേദഗതി നിയമം. ആ നിയമത്തിൻ്റെ ആശങ്ക നിലനിൽക്കുന്ന ഘട്ടത്തിൽ കേരളത്തിൽ ജനിച്ചവർക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാൻ നേറ്റിവിറ്റി കാർഡ് നൽകാൻ സംസ്ഥാനം തീരുമാനിക്കുന്നു, കേരള സർക്കാർ തീരുമാനിക്കുന്നു. ഒരാൾ പോലും, കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരാൾ പോലും പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ പേരിൽ പുറത്തേക്ക് പോകരുത്, അവർക്ക് പൗരത്വം നിഷേധിക്കരുത് എന്ന നിലപാടെടുക്കുന്നു. അത് ഏറ്റവും കൂടുതൽ സഹായകരമാവുക ന്യൂനപക്ഷങ്ങൾക്കാണ്. ന്യൂനപക്ഷങ്ങൾക്കെതിരെയാണ് ഈ ഭേദഗതി, പൗരത്വ ഭേദഗതി എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിനെ മറികടക്കുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുവടുവെപ്പാണ്. അന്നാണ് പ്രതിപക്ഷം സഭയിൽ ബഹളം വെച്ച് ഇറങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് കെ രാജൻ റവന്യൂ മന്ത്രി പറഞ്ഞത് ഇത് BJPയുമായുള്ള കൂട്ടുകെട്ടാണ് എന്ന്. ഇനി ബില്ല് അവതരിപ്പിച്ചുകൊണ്ടും കെ രാജൻ കൃത്യമായും രാഷ്ട്രീയ നിലപാട് പറയുന്നുണ്ട്. എന്താണ് നേറ്റിവിറ്റി കാർഡ് ബില്ല് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതും കൂടി കേൾക്കാം. വളരെ പ്രയാസകരമായൊരു കാര്യം, പ്രതിപക്ഷമില്ലെങ്കിൽ തന്നെ ഇവിടെ പറയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് വളരെ ചെറിയ വാക്കുകളിൽ, ഇത് കേരളത്തിൻ്റെ തന്നെ ചരിത്രത്തിലെ അത്യപൂർവമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും സാർ. 1956 കേരളം ഭാഷാടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാനമായി രൂപീകരിച്ചതിൻ്റെ 70ാം വാർഷികം നടക്കുന്ന സമയത്താണ് ചരിത്രപരമായ ഈ നിയമനിർമ്മാണം നമ്മുടെ സഭയ്ക്ക് മുമ്പാകെ വരുന്നത്. സാർ, നിർഭാഗ്യവശാൽ ഒരുമിച്ച് നിന്ന് ഇത് അംഗീകരിക്കുകയും ഇതിൽ ആവശ്യമായ ഭേദഗതികൾ നിർദ്ദേശിക്കുകയും ചെയ്യേണ്ട പ്രതിപക്ഷം ഏകപക്ഷീയമായി ഇന്ത്യ രാജ്യത്ത് പൗരത്വ ഭേദഗതി ബില്ല് അവതരിപ്പിച്ചതിൻ്റെ ആശങ്കയും അതിൻ്റെ ഭീതിയും ഒരു വിഭാഗം ജനങ്ങളുടെ മനസ്സിലാകെ നിൽക്കുകയും SIR-ലൂടെ നയം തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് പലയിടത്തും പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അവരുടെ ആശങ്കകൾക്ക് തീർച്ചയായും കേരളം ഒരുമിച്ച് കേരളീയനായ മനുഷ്യന്റെ ഒപ്പമുണ്ടെന്ന് പ്രഖ്യാപിക്കാനും പ്രതിപക്ഷം ഇരുന്നില്ല എന്നുള്ളത് ഏറ്റവും ദയനീയമായ ഒരു കാര്യമായി കേരളത്തിന്റെ നിയമസഭയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയാണ് സാർ. ഒരു രാജ്യത്തിന്റെ പൗരനായി അംഗീകരിക്കപ്പെടുന്നത് ഓരോ വ്യക്തിയുടെയും അടിസ്ഥാന അവകാശമാണ് സാർ. നമ്മുടെ ഭരണഘടന നൽകുന്ന സമത്വവും സ്വാതന്ത്ര്യവും നീതിയും പൗരത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ജനിച്ചു വളർന്ന മണ്ണിൽ പൗരത്വം നിഷേധിക്കപ്പെടുന്ന നിലയിലുള്ള നിയമനിർമ്മാണം പോലും നമ്മുടെ രാജ്യത്ത് ഉണ്ടായിക്കഴിഞ്ഞു. ചില പ്രത്യേക വിഭാഗങ്ങളെ മാത്രം ഉന്നം വെച്ചുകൊണ്ട് ചില അജണ്ടകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി രാജ്യത്തെ നിയമനിർമ്മാണ സംവിധാനത്തെ ഭരണകൂടം ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സാർ പൗരത്വ ഭേദഗതി നിയമം. ഇത് പൂർണ്ണാർത്ഥത്തിൽ നടപ്പിലാക്കപ്പെടുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് പോലും ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് വലിയ തോതിൽ ആശങ്കയുണ്ടായിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് നമ്മുടെ മുഖ്യമന്ത്രി നിശ്ചയദാർഢ്യത്തോടെ ലോകത്തിന് മുമ്പിൽ പ്രഖ്യാപിച്ചത്. പൗരത്വവും നാറ്റിവിറ്റിയും രണ്ടാശയങ്ങളാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ കേരളീയൻ എന്ന് തെളിയിക്കുന്ന നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നൽകി വരുന്നുണ്ട്. എന്നാൽ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരത്വം പോലെ കേരളീയൻ എന്ന് തെളിയിക്കുന്ന നിയമ പ്രാബല്യമുള്ള ഒരു രേഖ ഉണ്ടാവണമെന്ന ആവശ്യം സാക്ഷാത്കരിക്കുന്നതിനായിട്ടാണ് സാർ ഈ നിയമനിർമ്മാണം. കേരളത്തിൽ ജനിച്ചു വളർന്ന് മലയാളിക്ക് അവൻ ഇപ്പോൾ എവിടെയാണ് ജീവിക്കുന്നതെന്ന് കണക്കിലെടുക്കാതെ മലയാളി എന്ന ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്നതിനായി നാറ്റിവിറ്റി കാർഡ് എന്ന ആശയം നമ്മൾ പ്രഖ്യാപിച്ചത്. ഒരു ഇന്ത്യൻ പൗരൻ എന്ന ദേശാഭിമാനവും പൗരബോധവും ഉയർത്തിപ്പിടിക്കുമ്പോൾ തന്നെ ആത്മാഭിമാനത്തോടെ കേരളീയനെന്ന് പറയാൻ കഴിയുന്ന ഒരു ചരിത്ര നിയമമാണ് സാർ ഇന്നിവിടെ നമ്മൾ അവതരിപ്പിക്കുന്നത്. ഒരേ രാജ്യം ഒരേ പൗരത്വം എന്ന ആശയം നമ്മുടെ ജനാധിപത്യത്തിന്റെ ശക്തിയാണ് സാർ. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഭരണപരമായ കാര്യങ്ങൾ കാര്യക്ഷമത ഉറപ്പാക്കുന്നതിനും സംസ്ഥാന സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമ പദ്ധതികൾ അർഹരായവർക്ക് തന്നെ എത്തിക്കുന്നതിനും വേണ്ടിയാണ് സാർ ഈ നിയമനിർമ്മാണം. 1956 കേരളം ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ചതിൻ്റെ
70ാം വാർഷികത്തിൽ അഭിമാനത്തോടെ സർക്കാർ ഈ നേറ്റിവിറ്റി കാർഡിന്റെ ബില്ല് അവതരിപ്പിക്കുന്നു. 26/2/1983 ഗവൺമെന്റ് ഉത്തരവ് 205/83 RD നമ്പർ ഉത്തരവ് പ്രകാരമാണ് കേരളത്തിൽ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നൽകുന്നത്. ഈ ഉത്തരവ് പ്രകാരം താഴെ പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് നാറ്റിവിറ്റി കാർഡ് ലഭിക്കും. കേരളത്തിൽ ജനിച്ചു വളർന്നവർ, മാതാപിതാക്കൾ കേരളത്തിൽ ജനിച്ചു വളർന്നവർ, മാതാവോ പിതാവോ കേരളത്തിൽ ജനിച്ചു വളർന്നവരും കേരളത്തിൽ സ്ഥിരതാമസവുമായവർ. അപേക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും സാർ നാറ്റിവിറ്റി കാർഡ് ലഭ്യമാക്കുക. കാർഡിൽ നിലവിലുള്ള വിവരങ്ങൾക്ക് പുറമെ സർക്കാർ കാലാകാലങ്ങളിൽ നിർദ്ദേശിക്കുന്ന മറ്റു വ്യക്തിഗത വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്താവുന്ന വിധത്തിലാണ് അത് രൂപകൽപ്പന ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നാറ്റിവിറ്റി കാർഡ് വിതരണം ചെയ്യുന്നതിന് ഒരു നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റും നാം സൂക്ഷിക്കും. ഇങ്ങനെ ഏറ്റവും ആധികാരികതയോടെ കേരളീയൻ എന്ന അഭിമാന ബോധത്തെ രേഖപ്പെടുത്താൻ അതിരുകളില്ലാത്ത ലോകത്ത് എവിടെ പോയാലും അവന് കേരളവുമായി ബന്ധപ്പെട്ട പൊക്കിൾക്കൊടി ബന്ധം ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകില്ല എന്ന് കേരളം അഭിമാനത്തോടെ ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ്.